ലോകം വളരെ വലിയ പ്രതിസന്ധിയിലൂടെ ആണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്ന് പറയുന്ന ഒരു തലതിരിഞ്ഞ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നതോടുകൂടി ലോകത്തിലെ പല രാജ്യങ്ങളും ജനങ്ങളും അമേരിക്കയിലെ ജനങ്ങളിൽ തന്നെ ആകെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങേരുടെ തെറ്റായ കുറേ നയങ്ങളും നിലപാടുകളും ആകെ ലോകത്തെ തന്നെ ബിസിനസ് രംഗവും എല്ലാതെയും ഒക്കെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് ലോകത്തുണ്ട്. അവസാനത്തെ വിഷയമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് പിടിച്ചടക്കും എന്ന് തന്നെയാണ് ട്രംപ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഗ്രീൻലാൻഡിലുള്ളത്? ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന വളരെ വലിയ വിസ്തൃതിയുള്ള ഒരു ഭൂമി, ഏകദേശം നമ്മുടെ റഷ്യയുടെ അത്രയും വലിപ്പം വരുന്ന വളരെ വലിയ ഒരു ഭൂമിയാണ് ഗ്രീൻലാൻഡിന്. ഈ ഗ്രീൻലാൻഡിലുള്ള ഒരുപാട് ധാതുക്കൾ, അതിലേറ്റവും എടുത്തു പറയത്തക്കവ ലിഥിയം ബാറ്ററി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്രീൻലാൻഡിലാണ്. അപ്പോൾ ഈ മേഖലയിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങളെ പുറന്തള്ളാനാണ് അമേരിക്ക ഇതിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ലിഥിയം ഇനി കിട്ടണമെങ്കിൽ അമേരിക്കക്ക് ചൈനയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് അവിടെ വരുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില ബിസിനസ് ചിന്താഗതികളും ഉണ്ട് എന്നാണ് പ്രമുഖരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമായിട്ടാണ് യൂറോപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും ഡെൻമാർക്കാണ്. ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ജർമ്മനി, UK, അതുപോലെ തന്നെ ഫ്രാൻസ് പോലെയുള്ള പ്രമുഖ രാജ്യങ്ങളൊക്കെ അവരുടെ സൈന്യത്തെ ഓൾറെഡി ഗ്രീൻലാൻഡിലേക്ക് അയച്ചു കഴിഞ്ഞു. ആയുധങ്ങളും ഓൾറെഡി അവിടെ എത്തിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം ഒന്ന് ആക്രമിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ മുമ്പും പിമ്പും നോക്കാതെ അവരെ തിരിച്ചടിക്കാനാണ് ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ വലിയ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിനെ കൊണ്ട് ലോകത്തിന് സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.